ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കാണ് നാളെ ഇവിടെ കൊല്ലത്ത് അരങ്ങേറുന്നത്. ഇപ്പോൾ കൊല്ലം MLA എന്ന നിലയിലും ഒരു കൊല്ലക്കാരൻ എന്ന നിലയിലും സാറിന് എന്താണ് പറയാനുള്ളത്? കൊല്ലം MLAയും കൊല്ലംകാരനും അവിടെ നിൽക്കട്ടെ. ഒരു കലാകാരൻ എന്ന നിലയിൽ ഇതേ കണക്ക് മത്സരത്തിലൂടെ സഞ്ചരിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ മത്സരങ്ങളാണ്, അതും കൂടുതൽ പരാജയപ്പെട്ട മത്സരങ്ങളാണ് എന്നെ ഞാനാക്കിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളത് ഈ കലാമത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യം. ഈ സമ്മാനങ്ങൾ കിട്ടുക, സമ്മാനങ്ങൾ ചിലപ്പോൾ കിട്ടാതിരിക്കുക, അന്നത്തെ ദിവസത്തെ ഒരു പെർഫോമൻസ്, അന്നത്തെ ആ നിമിഷം ഉണ്ടാകുന്ന ഒരു പോരായ്മകളും അല്ലെങ്കിൽ ഒരു ഉത്തേജനവും ഒക്കെ വെച്ചിട്ട് സമ്മാനങ്ങൾ വിടുക, പങ്കെടുക്കുക. അതിനേക്കാൾ പ്രധാനമായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയമാവട്ടെ പരാജയമാവട്ടെ ഒരുപാട് സൗഹൃദങ്ങൾ ഈ കാലയളവിൽ ഈ മത്സരങ്ങളിലൂടെ ഇതേ കണക്കുള്ള കലോത്സവങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും കലയുമായി ബന്ധമുള്ള ആൾക്കാർ എത്ര കൊല്ലം കഴിഞ്ഞാലും എത്ര പ്രായമായാലും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ സൗഹൃദം ഒരിക്കലും മായുന്നില്ല, പ്രത്യേകിച്ചും കലാകാരന്മാർ. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഈ 14 ജില്ലകളിൽ വരുന്ന കുട്ടികളോട് സാറിന് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഭവ പാഠമാണ് ഈ കലോത്സവം. അത് മാക്സിമം നിങ്ങൾ മത്സരത്തിനായാലും സൗഹൃദത്തിനായാലും ഈ അനുഭവങ്ങൾക്കാണെങ്കിലും പുതിയ പുതിയ അനുഭവങ്ങളാണ്. പുതിയ പുതിയ ആൾക്കാരെ കാണുന്നു, പുതിയ സ്ഥലത്ത് വരുന്നു, പുതിയ രീതികളിൽ ഭക്ഷണം കഴിക്കുന്നു, ഈ ആൾക്കാരുമായിട്ട് സഹകരിക്കുന്നു. ഇതെല്ലാം തന്നെ ഓരോരോ ഗംഭീരമായ പാഠങ്ങളാണ്. അത് ആസ്വദിക്കുക, മാക്സിമം ഗുണകരമാക്കുക.